ജയിച്ചെങ്കിലും പരസ്യപ്പോര്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി അതൃപ്തി പരസ്യമാക്കി ചാണ്ടി ഉമ്മൻ MLA. തനിക്കൊഴികെ എല്ലാവർക്കും ചുമതല കൊടുത്തെന്ന് ചാണ്ടി ഉമ്മൻ തുറന്നു പറഞ്ഞു. ചാണ്ടി ഉമ്മനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. തന്നോടൊപ്പം മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നവരെ പോലും തിരികെ അയച്ച് ചുമതല നൽകിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പാർട്ടി നേതൃത്വത്തോടാണ് ചാണ്ടി ഉമ്മന്റെ പരാതിയെന്നും താൻ നേതൃത്വത്തിന്റെ ഭാഗമല്ല എന്നുമായിരുന്നു പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത്. എല്ലാവർക്കും ചുമതല നൽകിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. കൂട്ടി യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ടതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ചുമതല. ഇതുപോലുള്ള വിവാദങ്ങൾ പരസ്യമായിട്ട് ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതുകൂടി തീർത്ത് ഭംഗിയായി പോകുന്നതിനുള്ള നടപടികളുണ്ടാകും. ഇല്ല, എന്നോടാരും അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ ആ പരാതി പറയേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള പദവിയിലല്ലോ ഞാനിരിക്കുന്നത്. ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമാണ്. അതൊക്കെ നേതൃത്വമാണല്ലോ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. അല്ല, എനിക്ക് അദ്ദേഹത്തോട് യാതൊരു ഭിന്നതയില്ല. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്ന് VK ശ്രീകണ്ഠൻ MP പ്രതികരിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരും പങ്കെടുത്തിരുന്നു. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഈ ഒരു വലിയ വിജയം ഉണ്ടായത്. എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. അദ്ദേഹം വന്നിരുന്നു, ഞങ്ങളെ കൂടിയാണല്ലോ സ്വീകരിച്ച്. നിരവധി കുടുംബയോഗങ്ങളിലും പൊതുപരിപാടികളിലൊക്കെ ചാണ്ടി ഉമ്മൻ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തനം അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, പ്രത്യേക ചുമതല ആർക്കും നൽകിയിട്ടില്ല. KPCC തീരുമാനിച്ച മുതിർന്ന നേതാക്കന്മാർക്കാണ് ചുമതല. അദ്ദേഹം MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്, പ്രചരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേക ചുമതല അദ്ദേഹത്തിന് നൽകിയതായിട്ട് അറിയില്ല. പാലക്കാട്ട് നിന്ന് നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും. നിഖിൽ, ഇത് കേവലം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല ചാണ്ടി ഉമ്മന്റെ പരാതിക്ക് പിന്നിലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. രമേശ് ചെന്നിത്തല ഏതാണ്ട് ഏറെക്കുറെ അത് വേറൊരു തരത്തിൽ ഇപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് നേതൃത്വത്തിന്റെ ചുമതല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് സംസ്ഥാന കോൺഗ്രസിലെ പല പല പ്രശ്നങ്ങൾ ചേർന്ന് അത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു പ്രതികരണമായി പുറത്തു വരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ പ്രതികരിച്ചവരൊക്കെ രമേശ് ചെന്നിത്തല ഒഴികെ മറ്റെല്ലാവരും യഥാർത്ഥത്തിൽ ചാണ്ടി ഉമ്മനെ തള്ളുകയാണല്ലോ ചെയ്തതല്ലേ. ഇപ്പോൾ VK ശ്രീകണ്ഠൻ സംസാരിച്ചപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഈ ആരോപണം, ഈ പരാതി തള്ളുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? വിജയകുമാർ, കോൺഗ്രസിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും വലിയൊരു ഐക്യം രൂപപ്പെട്ടു എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ചാണ്ടി ഉമ്മന്റെ ഇന്നത്തെ പ്രതികരണവും അതിനെ തുടർന്നുണ്ടായ പ്രതികരണങ്ങളും. ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം പാലക്കാട്ടെ ചുമതല നൽകാത്തതുമായി ബന്ധപ്പെട്ടൊരു ചാണ്ടി ഉമ്മന്റെ പ്രതികരണമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. ഇതിന് പിന്നിൽ മറ്റു ചില കളികൾ കൂടി ഉണ്ട് എന്നുകൂടി നമ്മൾ വായിച്ചെടുക്കണം. എന്തായാലും ചാണ്ടി ഉമ്മന്റെ ഈ പ്രസ്താവനയോടെ, അതായത് നമ്മളത് എടുത്തു പറയേണ്ട ഒരു കാര്യം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് നടത്തിയിട്ടുള്ള മുന്നൊരുക്കം എന്നുള്ളത് അത് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. ഘടകകക്ഷിയിലെ നേതാക്കൾക്ക് പോലും ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചുമതല നൽകിയിരുന്നു. അത് അങ്ങനെ നൽകിയിട്ടില്ല എന്ന് VK ശ്രീകണ്ഠൻ പറയുമ്പോൾ അത് തെറ്റാണ്. PK ഫിറോസിനടക്കം ഇവിടെ വാർഡുകളിൽ ചുമതല നൽകുന്ന, ബൂത്തുകളിൽ ചുമതല നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് എല്ലായിടങ്ങളിലും മികച്ച പ്രവർത്തനം നേതാക്കൾ കാഴ്ചവെക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ആ പശ്ചാത്തലത്തിലാണ് ചാണ്ടി ഉമ്മൻ ചോദിച്ചത് തനിക്ക് എവിടെയും ഒരു ചുമതല നൽകിയിരുന്നില്ല എന്നുള്ളത്. അതേസമയം ചാണ്ടി ഉമ്മൻ ഇവിടെ പ്രചരണത്തിന് വരികയും ചെയ്തിരുന്നു. എന്തായാലും ഇക്കാര്യത്തോടുള്ള പ്രതികരണം നമ്മൾ വായിക്കുമ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് തൻ്റെ ഒപ്പം മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് വരെ ഇവിടെ അവരെ വിളിച്ചു വരുത്തി പ്രചരണത്തിന് ചുമതല നൽകിയിരുന്നു. എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മന് പ്രചരണ ചുമതല നൽകാതിരുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അറിവില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്ന് VK ശ്രീകണ്ഠൻ ഉറപ്പിച്ചു പറയുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് തന്നോട് ഇത്തരത്തിലുള്ള ഒരു പരാതി ആരും പറഞ്ഞിരുന്നില്ല. താനോ ചാണ്ടി ഉമ്മനുമായോ യാതൊരു തരത്തിലുള്ള അതൃപ്തിയുമില്ല. തനിക്ക് സഹോദര തുല്യനാണ് ചാണ്ടി ഉമ്മൻ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ പ്രചരണം ആരംഭിക്കുന്നത് തന്നെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയ സമയത്തായിരുന്നു. ആ സമയത്തെ ചാണ്ടി ഉമ്മന്റെ അസാന്നിധ്യമടക്കം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നതാണ്. അതുമുതൽ ഇങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയം എല്ലാവരും ആഘോഷിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വെടി ചാണ്ടി ഉമ്മൻ പൊട്ടിക്കുന്നത്. അതെന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില പരാതികളുടെ, ആരോപണങ്ങളുടെ ഒക്കെ തുടർച്ചയാണ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ
പ്രതികരണങ്ങൾ കൂടി പുറത്തു വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് ഡോക്ടർ പി സരിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തേടിയിരുന്നു. പാലക്കാട് ഡോക്ടർ പി സരിൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ട ഒരാളായിരുന്നു ചാണ്ടി ഉമ്മൻ. സരിൻ പറയുന്നത് കോൺഗ്രസിലെ പുതുവർഷം ഇനി ഗംഭീരമായിരിക്കും, വരാൻ പോകുന്ന തർക്കങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോഴത്തെ ചാണ്ടി ഉമ്മന്റെ പ്രതികരണമെന്നാണ് ഡോക്ടർ പി സരിൻ പറഞ്ഞത്. എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാവുകയാണ്. കേവലം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല ഈ പരസ്യ പ്രതികരണങ്ങൾക്ക് പിന്നിൽ മറ്റു പലതുമുണ്ട്. അതൊക്കെ ഈ പാലക്കാട് പശ്ചാത്തലത്തിൽ പുറത്തു വരുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ പറയുന്നത് പാർട്ടിക്കകത്തെ ചെറിയ ചെറിയ വിഷയങ്ങളാണ്, അത് ചർച്ച ചെയ്ത് പരിഹരിക്കും, അതിൽ ഒതുക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ.